നമസ്കാരം. നമസ്തേ. കണ്ണൂർ മുൻ എ.ഡി.എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷൻ യു.ഡി.എഫ് സർക്കാർ അത് സി.ബി.ഐയിലോട്ട് വിട്ടു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കെ രാജേഷ് അടക്കമുള്ള CPM-ന്റെ പല പ്രവർത്തകരും ഇതിനെതിരെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നായിരുന്നു. പിന്നെ അത് മാത്രമല്ല, കുടുംബത്തിൻ്റെ അഭ്യർത്ഥന മുഖാന്തരമാണ് ഈ സാധനം CBIക്ക് വിട്ടതെന്നാണ് രമേശ് ചെന്നിത്തലയും അതേപോലെ തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശനൊക്കെ പറയുന്നത്. അവർ പറയുന്ന ഏകദേശം 13ഓളം കാര്യങ്ങൾ ഈ കേസുകളിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ. അതില്ലാണ്ടാണ് കേരള പോലീസ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ കുടുംബത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് CPM-ന്റെ പല നേതാക്കന്മാരും ഇതിനെ ഇങ്ങനെ എതിർത്തുകൊണ്ട് മുമ്പോട്ട് വരുന്നത്? ശരിക്കും പറഞ്ഞാല് അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് CPM ചെയ്യുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട മുൻ കണ്ണൂർ ADM നവീൻ ബാബു CPM-ന്റെ നേതൃത്വത്തിലുള്ള സംഘടനാ പ്രവർത്തകനായിരുന്നു, നേതാവായിരുന്നു. ഞാന് പത്തനംതിട്ട ജില്ലയിലുള്ള പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആദ്യത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ പിണറായി സർക്കാരിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും പിണറായിയുടെ പ്രതിനിധിയായിട്ട് നിന്ന് ഈ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് നടപ്പാക്കാൻ ശ്രമിച്ചതുമായ വ്യക്തിയാണ് അന്ന് തഹസീൽദാരായിരുന്ന നവീൻ ബാബു. പക്ഷെ പിന്നീട് കാര്യങ്ങളൊക്കെ മാറി മറിയുന്നതാണ് നമ്മൾ കാണുന്നത്. പാർട്ടിയുടെ വിശ്വസ്തനായ നവീൻ ബാബു, അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ പാർട്ടി കുടുംബമാണ്. അദ്ദേഹത്തിന്റെ അമ്മ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മലയാലപ്പുഴ പഞ്ചായത്തില് ഇലക്ഷനിൽ മത്സരിച്ച വ്യക്തിയാണ്. അതുപോലെ വളരെയധികം അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലെ ആളാണ്. അദ്ദേഹത്തിന്റെ കുടുംബം മലയാലപ്പുഴ എന്ന പഞ്ചായത്തില് വളരെ സ്വാധീനശേഷിയുള്ള, അതായത് അംഗബലമുള്ള ഒരു കുടുംബമാണ്. അവരുടെ എല്ലാം തന്നെ CPM ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരു വ്യക്തി, അദ്ദേഹം സ്വന്തം പാർട്ടിക്കാരുടെ ചതിയിൽ കൊല്ലപ്പെടുക എന്ന് പറയുന്നത്, അത് കൊല്ലപ്പെടുക എന്ന് ആ വാക്ക് ഞാൻ ഉപയോഗിച്ചതിന്റെ കാരണം അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോഴും അങ്ങനെ തന്നെ സംശയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ സംശയം പൂർണ്ണമായിട്ടും ദൂരീകരിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ കേരള സർക്കാർ ഈ അന്വേഷണം CBIക്ക് കൈമാറിയത്. ഇവിടെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിനു മുമ്പ് അതിന്റെ ഏറ്റവും പുതിയ സംഭവ വികാസമായിട്ട് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് CBIക്ക് അന്വേഷണം കൈമാറുന്നത് അനാവശ്യമാണെന്നും ഇത് അതുപോലെ തന്നെ CPM-ന്റെ നേതാവായ MV ജയരാജനും അതിശക്തമായ ഭാഷയിൽ ഈ CBI അന്വേഷണത്തെ വിമർശിക്കുകയാണ്. കോടതികൾ ഈ ആവശ്യം നിരാകരിച്ചതാണ് എന്നാണ് പറയുന്നത്. ഈ ജയരാജനും രാഗേഷിനും ഒന്നും അറിയാഞ്ഞിട്ടല്ല, സർക്കാരിന്റെ വക്കീല് ഈ വിഷയം കോടതിയിൽ വരുമ്പോൾ സർക്കാർ വക്കീല് അതിനെ അതിശക്തമായിട്ട് എതിർക്കും. അങ്ങനെ എതിർക്കുന്നതുകൊണ്ടാണ് കോടതി ഇത് വേണ്ടത്. കാരണം കോടതി പെട്ടെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ ഇരിക്കുന്ന ഒരു കേസ് പോലീസ് അത് ഭംഗിയായിട്ട് അന്വേഷിക്കുകയാണെന്നും അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി ആർഗ്യൂ ചെയ്താൽ 99% കേസുകളിലും കോടതി ആ ആർഗ്യുമെന്റ് സ്വീകരിക്കും. കാരണം അങ്ങനെ അല്ലെങ്കിൽ എല്ലാ കേസും CBIക്ക് വിടണമെന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങളുണ്ടാകും. അപ്പോ ഇതാണ് അതിന്റെ പിന്നിൽ കോടതി വിധിയെ ഒക്കെ ഉദ്ധരിക്കുന്നത്. കോടതി വിധിയെ ഉദ്ധരിക്കുന്ന CPM പിന്നെ മറ്റു പല കേസുകളിലും, ഇപ്പൊ ഏറ്റവും ഒടുവിൽ വീണ വിജയന്റെ കേസിൽ അന്വേഷണം ആവാമെന്ന് കോടതി പറഞ്ഞതിനെ കുറിച്ച് ജയരാജനും രാഗേഷിനും ഒന്നും മിണ്ടാട്ടമില്ല. അപ്പൊ കോടതി വിധി തങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ കോടതി വിധിയെ അനുകൂലിക്കും, കോടതികളിൽ വിശ്വാസമുണ്ട്. കോടതി വിധി എതിരാകുമ്പോൾ കോടതികൾ ജനാധിപത്യ വിരുദ്ധമാകും. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ബൂർഷ കോടതികളെന്ന് പണ്ട് EMS നമ്പൂതിരിപ്പാട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ. അപ്പൊ ഈ എതിർപ്പിന്റെ പിന്നിലെ പിണറായി വിജയൻ എപ്പോഴും ഉരുവിടുന്ന ഒരു മന്ത്രമാണ് മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ട. അദ്ദേഹത്തിന്റെ പഴയകാല പത്രസമ്മേളനങ്ങൾ നോക്കിയാല് ഇതൊരു 100 വട്ടമെങ്കിലും വിവിധ പത്രസമ്മേളനങ്ങളിൽ ഈ ഒരു പഴഞ്ചൊല്ല് അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. അത് നമുക്ക് വീണ്ടും ആവർത്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, അങ്ങനെയാണെങ്കിൽ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണ കേസിൽ CBI അന്വേഷിക്കുന്നതിന് CPM-ന് എന്താ ഇത്ര വെപ്രാളം? മടിയിൽ കനമില്ലല്ലോ, പിന്നെന്തിനാണ് CBI അന്വേഷണത്തെ പേടിക്കുന്നത്? ഇപ്പോ പിന്നെ CBI കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണെന്ന് പറയുന്നു.
അങ്ങനാണെങ്കിൽ ഇതേ യുക്തി വെച്ച് ചിന്തിച്ചാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കേരള പോലീസിന്റെ അന്വേഷണം നേരിട്ട എല്ലാ വ്യക്തികൾക്കും പറയാമല്ലോ, കേരള പോലീസ് അന്വേഷിക്കേണ്ട, കാരണം അത് CPM ആണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതല്ല, നമ്മൾ ഭരിക്കുമ്പം കേരള പോലീസ് അന്വേഷണം നടത്തിയാൽ ശരിയും, നമ്മുടെ ഭരണത്തിലല്ലാത്ത കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള CBI അന്വേഷണം തെറ്റും. ഇതൊക്കെ തന്നെ ഇരട്ടത്താപ്പിന്റെ വിശദീകരിക്കാൻ പറ്റാത്ത ഇരട്ടത്താപ്പിന്റെ മുഖങ്ങളാണ്. അതൊക്കെ ക്യാപ്സൂള് വിഴുങ്ങുന്ന വെള്ളം ചേർത്തും വെള്ളം ചേർക്കാതെയും ക്യാപ്സൂള് വിഴുങ്ങുന്ന അണികൾക്ക് അത് സ്വീകാര്യമാണ്. പക്ഷേ പൊതുസമൂഹത്തിന് ഇത്തരം യുക്തികൾ കൊണ്ടൊന്നും നിലനിൽക്കാൻ പറ്റില്ല. ഇവിടെ എന്തുകൊണ്ട് പോലീസ് അന്വേഷണത്തെ നവീൻ ബാബുവിന്റെ കുടുംബം എതിർത്തു? CPM ഇവിടെ ചിന്തിക്കേണ്ടത്, കോൺഗ്രസോ കേരള സർക്കാരോ ഒന്നും ഇത് ആവേശം കൊണ്ട് CPM-നെ കൊടുക്കാമെന്ന് പറഞ്ഞ് മുൻകൈ എടുത്ത് ചാടിയിറങ്ങി നേരെ ഈ കേസ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള CBI-ക്ക് വിട്ടതല്ല. CPM അനുഭാവികളും CPM പാർട്ടി കാർഡ് ഹോൾഡിംഗ് മെമ്പേഴ്സും ഉള്ള ഒരു കുടുംബം, ആ കുടുംബം കേരള സർക്കാരിനോട് വന്ന് ആവശ്യപ്പെട്ടതാണ് തങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരിക്കുന്നു, തങ്ങൾക്ക് പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന്. അപ്പൊ അവരാണ് ഈ അന്വേഷണം നടത്താനായിട്ട് സർക്കാരിന്റെ മുന്നിൽ നിവേദനങ്ങളും പരിദേവനങ്ങളും അതുപോലെ വിവിധ കോടതികളിലായിട്ട് കയറി ഇറങ്ങി നടക്കുന്നു അവരാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇനി എന്തുകൊണ്ടാണ് ഈ കുടുംബം ഇങ്ങനെ ഒക്കെ സംശയിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ അന്വേഷണ സംഘങ്ങൾക്ക് CPM-ഉമായിട്ട് ബന്ധമുണ്ട്. അത് ചുമ്മാതെ പറയുന്നു അല്ല. ഈ നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിച്ച പോലീസ് ടീമിന്റെ തലവനായിരുന്ന മുൻ കണ്ണൂർ SP, അദ്ദേഹത്തിന്റെ പേര് രത്നകുമാർ എന്ന്. ആ രത്നകുമാർ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ചു. അദ്ദേഹത്തിന്റെ മുനിസിപ്പാലിറ്റിയിൽ, ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ CPM സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം, രത്നകുമാർ. ആ വാർഡിന്റെ പേര് കോട്ടൂർ വാർഡ്. കോട്ടൂർ വാർഡിൽ CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാ. കോട്ടൂർ വാർഡ് CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. അപ്പോ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ CPM സ്ഥാനാർത്ഥിയായിട്ട് പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഉടൻ തന്നെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പാർട്ടിയുടെ വിനീത വിധേയനായിരുന്നു എന്ന് തന്നെ വാദിഭാഗം കരുതിയാൽ അവരെ തെറ്റു പറയാൻ പറ്റുമോ? ഇല്ലെന്നാണ് സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യം. അതല്ലെങ്കിൽ നമ്മൾ CPM-നെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കാനും പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനുമായിട്ട് കച്ച കെട്ടി രാവിലെ തന്നെ എല്ലാ അംഗക്കച്ചയൊക്കെ മുറുക്കി ഇറങ്ങിയ ആളായിരിക്കണം. അതല്ലെങ്കിൽ നമുക്ക് സാമാന്യ രൂപേണ ചിന്തിക്കുമ്പോൾ ഇതിൽ കുടുംബത്തിന്റെ ആശങ്കയിൽ തെറ്റു പറയാൻ പറ്റില്ല. പിന്നെ വളരെ കൃത്യമായ വിഷയങ്ങൾ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ സംഭവത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 2024 ഒക്ടോബറിലാണ് നവീൻ ബാബു കണ്ണൂരിൽ നിന്നും സ്ഥലമാറ്റം കിട്ടി സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലേക്ക് വരുന്നു. എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം, റിട്ടയർമെന്റ് അടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് റിട്ടയർമെന്റിന്റെ അവസാന നാളുകൾ സർവീസിൽ സ്വന്തം ജില്ലയിൽ തന്നെ സർവ് ചെയ്യില്ല. ഇദ്ദേഹത്തിന്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ കളക്ടർ അരുൺ കെ വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന സമ്മേളനം, ആ സമ്മേളനത്തില് ക്ഷണിക്കപ്പെടാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കയറി വരും. അതാണ് ആദ്യത്തെ ദുരൂഹത. സാധാരണ ഒരു സമ്മേളനത്തിൽ ഒരു ക്ലോസ്ഡ് ഡോർ സമ്മേളനമാണ്, ഇതൊരു പബ്ലിക് മീറ്റിംഗ് അല്ല. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിന് കൊടുക്കുന്ന യാത്രായപ്പാണ്. അപ്പൊ കളക്ടർ പോലെ വലിയൊരാൾ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ പോകുന്ന ആൾ ADM ആണ്, കളക്ടറുടെ നേരെ താഴെ ഇരിക്കുന്ന ആളാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒഫീഷ്യൽസ് മാത്രമുള്ള ഒരു സമ്മേളനത്തില് അരുൺ കെ വിജയൻ ക്ഷണിച്ചിട്ടാണ് താൻ വന്നതെന്ന് അവർ പറയുമെങ്കിലും അരുൺ കെ വിജയൻ അന്ന് പോലീസിന്റെ മുന്നിൽ വ്യക്തമാക്കിയിരുന്നു താൻ PP ദിവ്യയെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്ന്. അപ്പൊ ക്ഷണിക്കാത്തടത്ത് കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് എന്തിനാണ്? അതിലൊരു ലക്ഷ്യമുണ്ട്. അതില് വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ഇപ്പം PP ദിവ്യയുടെ ഭർത്താവ് അജിത്തിന്റെ സുഹൃത്തായ TV പ്രശാന്തിൻ്റെതാണ് ഈ പെട്രോൾ പമ്പ് എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് അതായത് ഈ അന്വേഷണം
ത്തിൽ അന്വേഷിച്ച പോലീസ് ടീം ഇത് ഇതിന്റെ ഈ മരണം മാത്രമാണ് അന്വേഷിച്ചതെന്നാണ് ഇതിന്റെ ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പരാതി. കാരണം TV പ്രശാന്തൻ എന്ന ഇലക്ട്രീഷ്യന് ഒരു പെട്രോൾ പമ്പ് എങ്ങനെ ഏത് രീതി നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പ് ഉടമസ്ഥന്മാരെയൊക്കെ നോക്കി കോടീശ്വരന്മാരെ. സാധാരണക്കാർക്ക് പെട്രോൾ പമ്പ് അനുവദിക്കുന്നത് ഇപ്പം വികലാംഗർക്ക് പിന്നെ വിമുക്തഭടന്മാർക്ക് എന്നൊക്കെ കോട്ടയുണ്ട്. പക്ഷെ ഇതൊന്നും അവരൊന്നും അല്ല. അതിന്റെ പിന്നിൽ ഒരു പെട്രോൾ പമ്പ് നടത്താൻ കോടികളുടെ ചെലവാണ്. ആ വസ്തു വാങ്ങിക്കുന്നതിന് പോലും കോടികളാണ് ചെലവ് വരുന്നത്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം, അതൊക്കെ ഈ വ്യക്തിയാണ് ചെയ്യേണ്ടത്. അപ്പോ ഇത് സാധാരണഗതിയിൽ ഈ ഒരു വ്യക്തിയെ മുന്നിൽ നിർത്തി വേറെ ചിലരാണ് പമ്പ് നടത്തുന്നത്. അപ്പൊ ഇവിടെ അന്നേ ഉയർന്ന സംശയമാണ് പ്രശാന്ത് എന്റെ പിന്നിൽ ആരാണ്. അത് ദിവ്യ പോലും ആവാൻ സാധ്യതയില്ല, അതിലും ദിവ്യരായ മറ്റ് ഏതോ വ്യക്തികളാണ്. ഇപ്പൊ CPM ഇതിൽ കാണിക്കുന്ന ഒരു വെപ്രാളം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ന്യായമായ ഒരു സംശയം, CPM യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമേ ഇത്ര വലിയ പോരാട്ടവും ഇത്ര വലിയ പിന്നെ പൊതുജന മധ്യത്തിൽ വന്ന് ഇത്ര വലിയ ബഹളമൊക്കെ കൂട്ടത്തുള്ളൂ. അത് സാക്ഷാൽ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ കുടുംബത്തിലാണ്. അപ്പം ഞാൻ അവരൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ ഇവിടെ ഈ വെപ്രാളം കാണുമ്പോൾ, അതായത് ഒരു ജില്ലാ സെക്രട്ടറി ഇടപെടുന്നു, ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള MV ജയരാജൻ വീണ്ടും വരുന്നത്, എന്തിനാ ഈ മടിയിൽ കനമില്ലാത്ത ഇവരെല്ലാം എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? ഈ പിന്നെ PP ദിവ്യയുടെ ഭർത്താവിന്റെ ആണ് പമ്പെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. PP ദിവ്യയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു CPM ഭരണത്തിൽ തന്നെ. PP ദിവ്യ കുറ്റപത്രത്തിൽ PP ദിവ്യക്കെതിരെ പ്രേരണാകുറ്റമുണ്ട്, ആത്മഹത്യാ പ്രേരണാകുറ്റം. അപ്പൊ PP ദിവ്യയെ രക്ഷിക്കാനോ PP ദിവ്യക്ക് വേണ്ടിയോ അല്ല, അതിലുമൊക്കെ എത്രയോ വലിയ ഒരു ഉന്നതൻ. ആ ഉന്നതന്റെ ആരാണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾ പോലും അത് എഴുതുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആർക്കും അറിയാത്തതൊന്നുമല്ല. ഒരുപക്ഷെ ഈ ഉന്നതൻ ആരാണ് എന്നുള്ള തിരിച്ചറിവ് നവീൻ ബാബുവിന് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. നമ്മുടെ സമയം പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. എങ്കിലും ഞാനൊരു കാര്യം പറയുക, ഈ വ്യക്തി ADM ആയിരുന്ന നവീൻ ബാബു മരിച്ചപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ മരണപ്പെട്ട് കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ അവസാനമായിട്ട് അദ്ദേഹത്തിനെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് കൊണ്ടുപോയി വിട്ട ഡ്രൈവറെ ചോദ്യം ചെയ്യാതിരുന്നത്? തീർച്ചയായിട്ടും ആ ഡ്രൈവർക്ക് ഈ വിഷയത്തിൽ ഒരുപാട് സത്യങ്ങൾ പറയാനുണ്ടായിരിക്കും. നിശ്ചയമായിട്ടും CBI എൻക്വയറി വന്നാൽ അയാൾ ചോദ്യം ചെയ്യപ്പെടും. CBI പത്തനംതിട്ടയിൽ ഒരു ക്യാമ്പ് ഓഫീസ് തുറക്കും. കണ്ണൂരിൽ നിന്നും പ്രതികളൊക്കെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരപ്പെടും. അതിലെ ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ ഈ ഡ്രൈവർ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും ചോദ്യം ചെയ്യപ്പെടും. PP ദിവ്യ ചോദ്യം ചെയ്യപ്പെടും. PP ദിവ്യയുടെ ഭർത്താവ് ചോദ്യം ചെയ്യപ്പെടും. PP ദിവ്യയുടെ ഭർത്താവിന്റെ സുഹൃത്തും പമ്പിന്റെ ഉടമസ്ഥൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുമായ പ്രശാന്തൻ ചോദ്യം ചെയ്യപ്പെടും. പ്രശാന്തൻ വിവിധ ഡോക്യുമെന്റുകളിൽ ഒപ്പിടുമ്പോൾ വിവിധ രീതിയിലായി പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് അന്വേഷിക്കും. മുഖ്യമന്ത്രിക്ക് പിന്നെ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചത്, ആ പരാതി അയച്ചതിൽ ഉള്ള കയ്യൊപ്പ് മറ്റ് പ്രശാന്തന്റെ കയ്യൊപ്പുകളിൽ നിന്നും വ്യത്യസ്തമാണെന്നുള്ളത് CBI അന്വേഷിക്കും. ഈ കേരള പോലീസിന്റെ തന്നെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, വാങ്ങിച്ചതിന് തെളിവൊന്നുമില്ല എന്ന് കണ്ടെത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഒരു കള്ള ആരോപണം ഒരു ADM-നെതിരെ, അതും വെറും 98,500 രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്ന്? കൈക്കൂലി ഒരു കളക്ടറുടെ ജസ്റ്റ് താഴെ ഇരിക്കുന്ന ഒരാൾ കൈക്കൂലി വാങ്ങിക്കുമ്പോൾ ഒരു അന്തസ്സൊക്കെ കാണിക്കില്ല. 1,00,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് അയാൾ കൈക്കൂലി വാങ്ങിക്കും. അയാൾക്ക് എന്തായാലും ഒരു 2,00,000 രൂപയുടെ അടുപ്പിച്ച് ശമ്പളമുണ്ട്. കേരള സർക്കാരിന്റെ ഈ ശമ്പള സ്കെയിലൊക്കെ വെച്ച് വലിയ ശമ്പളമാണ് ഇവർക്കൊക്കെ കിട്ടുന്നത്. റിട്ടയർ ആവാൻ പോകുന്ന അയാൾക്ക് 2,00,000 രൂപയിലോടെ അടുപ്പിച്ച് ശമ്പളം കാണും. ആ ശമ്പളമുള്ള ഒരു 1.5 ലക്ഷമെങ്കിലും ശമ്പളം കാണും. അത് ഒരു പൈസ താഴെ, ഞാൻ ഉറപ്പ് പറയും. അത് അത്രയും ശമ്പളം വാങ്ങിക്കുന്ന ഒരാള് കൈക്കൂലി വാങ്ങിക്കുന്നത് അതുപോലൊക്കെയുള്ള ഒരു അന്തസ്സുള്ള തുകയാവില്ല. അപ്പൊ ഇതൊക്കെ തട്ടിക്കൂട്ടി, അതായത് ഇതിലൊന്നും തന്നെ തെളിവില്ല. ഈ വൈരുദ്ധ്യങ്ങൾ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ പോലും മറച്ചു വെക്കാൻ പറ്റാത്ത അത്ര വലിയ, അതായത് ഇംഗ്ലീഷിൽ പറയും ഗ്ലെയറിംഗ് കോൺട്രഡിക്ഷൻസ്, അത്തരം ഗ്ലെയറിംഗ് കോൺട്രഡിക്ഷൻസ് ഈ കേസിൽ ഒരുപാടുണ്ട്. ആ കോൺട്രഡിക്ഷൻസ് ഒക്കെ അന്വേഷണത്തിന് വിധേയമാകുമ്പോൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ
നിഗൂഢ വ്യക്തിത്വം. CBI വന്ന് തിരശീല വലിച്ചു പൊക്കുകയല്ല, തിരശീല നെടുക പിളർന്ന് ഈ രാക്ഷസ അല്ലെങ്കിൽ രാക്ഷസി പുറത്തു ചേർന്നു. അതാണ് CPM-നെ പേടിപ്പിക്കുന്നത്. CPM-ന്റെ ഉള്ളിലെ ഭൂതങ്ങളെ, ഇന്നർ ഡെവിൾസിനെ മുഴുവൻ ഈ CBI അന്വേഷണം പുറത്തു കൊണ്ടുവരും. പാർട്ടി കണ്ണൂർ ഘടകം ആകെ വല്ലാതെ ഉലഞ്ഞിരിക്കുന്ന സമയമാണ്. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ നിന്നും TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ നിന്നും ഒക്കെ വിജയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മരണം പുറത്തുവിടുന്ന, കുടം തുറന്നുവിടുന്ന ഭൂതങ്ങൾ പാർട്ടിയെ ഏതെല്ലാം രീതിയിൽ ആക്രമിക്കും എന്ന് പാർട്ടിക്ക് തന്നെ അറിയില്ല. അതിനിടയിലാണ് മറ്റൊരു ED അന്വേഷണത്തിൽ പിണറായി വിജയന്റെ മകൾ T വീണ ഈ അന്വേഷണത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോ മൊത്തത്തിൽ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി ദുർഗത്തിലെ വിള്ളലുകൾ അത് ഒറ്റ സുപ്രഭാതത്തിൽ തകർന്നു പോകും. ബംഗാളിൽ മമതയുടെ പാർട്ടിക്ക് അനുഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുമോ എന്നുള്ള ഒരു ഭയമാണ്. ആ ഭയത്തിന്റെ ഒരു പ്രതിഫലനമാണ് രാഗേഷിന്റെയും അതുപോലെ തന്നെ നമ്മുടെ MV ജയരാജന്റെയും ഒക്കെ പൊട്ടിത്തെറികൾ. എന്തായാലും വരും ദിവസങ്ങളിൽ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു പന്ത് പോലെയാണ്. ഒരു വെള്ളത്തിൽ നമ്മൾ എത്ര അമർത്തി പിടിച്ചാലും കുറച്ച് കഴിയുമ്പം അത് നമ്മുടെ പിടി ഒന്ന് അയയുമ്പോൾ അത് മുകളോട്ട് വരും. ഇപ്പൊ CPM-ന്റെ പിടി ഭരണ സംവിധാനത്തിലും പോലീസിലും ഒക്കെ അയഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് കരുതാൻ ന്യായമുണ്ട്. കൂടുതൽ സംഭവ വികാസങ്ങളും കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.